ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒക്ടോബർ 7 വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സഹോദരന്മാരുടെ ഇടയിൽ വിദ്വേഷം വളർന്നിട്ട് അവസാനം അത് സ്വന്തം സഹോദരനെ കൊല്ലാൻ പോലും തീരുമാനമെടുക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് മാറുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ കുറേ മിദ്യാൻ കച്ചവടക്കാർ ആ വഴിയെ കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തു. 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. അവർ ഈജിപ്തിലേക്ക് അവനെ കൊണ്ടുപോയി. റൂബേൻ കുഴിയുടെ അടുത്ത് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിൽ ഇല്ലായിരുന്നു. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി നീണ്ട കൈയുള്ള ആ കുപ്പായം തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടി, ഇത് അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് നോക്കുക. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നാൾ മകനെ ഓർത്ത് വിലപിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു. പ്രിയമുള്ളവരെ, മകനെ ഓർത്ത് വിലപിക്കുന്ന പിതാവിനെ നമുക്കിവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ തിരക്കി നടക്കുന്ന പിതാവിനെ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ കാണുന്നത് അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പിടിച്ചു കെട്ടുന്നതാണ്. വേദനയുടെ നിറവിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ഇസഹാക്ക് തൻ്റെ മകൻ യാക്കോബിനെ ഓർത്ത് വിലപിക്കുന്നതും, യാക്കോബ് അവസാനം ഇവിടെ ഇതാ ജോസഫിനെ ഓർത്ത് വിലപിക്കുന്നതുമാണ്. പ്രിയമുള്ളവരെ, ഈ മക്കളെ ഓർത്തുള്ള വിലാപം വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഈ വിലാപത്തിനൊരു അറുതി വരണമെങ്കിൽ ആ പിതൃസ്നേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവിടെ അതാ ഒരു പിതാവ് തൻ്റെ മകനെ കാൽവരിക്കുന്നിൽ ബലിയാക്കി തീർക്കുകയാണ്. ആ മകനിലൂടെ ഈ നഷ്ടപ്പെട്ട മക്കളൊക്കെയും തിരിച്ച് തൻ്റെ അടുത്ത് ചെല്ലണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ആ ബലിയുടെ ജീവിതം സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് അവിടുന്ന് അവസാനം നിത്യതയിൽ പിതാവിൻ്റെ അടുത്ത് ചെല്ലുവാനുള്ള നമ്മളുടെ വിളി തിരിച്ചറിയാനും അങ്ങനെ നിത്യത സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പരിശ്രമിക്കുമ്പം ഈ പിതാവിൻ്റെ മക്കളെ ഓർത്തുള്ള നിലവിളിക്ക് ഒരു ആശ്വാസമാകാൻ നമുക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.